വഹാബികൾ ഇവിടെ ആര്യനയത്തിന്റെ ഒക്കെ കഥ പറയുന്നുണ്ട്. നമ്മള് ആര്യനയത്തിനെതിരെയായിരുന്നു, അതുപോലെ ഇംഗ്ലീഷ് ഭാഷക്കെതിരെയായിരുന്നു എന്നൊക്കെയാണ് മൗലവിന്റെ അടുത്ത ഡയലോഗ്. ഇങ്ങനെ പരിശോധിച്ചാൽ ഇംഗ്ലീഷ് ഭാഷ, മലയാള ഭാഷ പോലും ആര്യനെഴുത്താണെന്ന് പറഞ്ഞ് അത് പഠിക്കാൻ പാടില്ല എന്നൊരു കാലത്ത് നമ്മുടെ നാട്ടിൽ വഴന്ന് പറഞ്ഞിരുന്നു. ആരാ അത്രയെന്ന് പറഞ്ഞ് പിന്നാട് അങ്ങാടിക്ക് വിട്ടു പോകരുത്. ആരാണ് ആര്യനെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞത്? ആരാണ് ഇംഗ്ലീഷ് ഭാഷ പാടില്ല എന്ന് പറഞ്ഞത്? എന്തിനാണ് ഇംഗ്ലീഷ് ഭാഷ പാടില്ല എന്ന് പറഞ്ഞത്? മുജാഹിദ് ചരിത്രമെങ്കിലൊന്ന് വായിക്കണ്ടേ മൗലവി? ഞാൻ ഈ കാണിക്കുന്നത് ഒദായിയും ഇസ്ലായും പ്രസ്ഥാനവും ഉമർ കുട്ടിയാജിയുടെ ഓർമ്മകളിൽ യൂസുഫ് സാഹിബ് നദ്വി എന്ന് പറയുന്ന മൗലവി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ ഇംഗ്ലീഷ് ഭാഷയെ കുറിച്ച് മൗലവിമാര് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇംഗ്ലീഷ് ഭാഷ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സ്വദേശി വസ്ത്രങ്ങളോടും സ്വദേശത്തോടും കൂറു പുലർത്തുക, ബ്രിട്ടീഷുകാരോടും ബ്രിട്ടീഷ് സംസ്കാരത്തോടും വെറുപ്പ് പ്രകടിപ്പിക്കുക മുതലായ കാര്യങ്ങൾക്കാണ് ഈ നയമായി സ്വീകരിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് ചില മതപണ്ഡിതന്മാർ ഇംഗ്ലീഷ് പഠിക്കാനും പഠിപ്പിക്കാനും പാടില്ലെന്നും ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉത്തരവാദിത്തമില്ല. ഉലമാക്കൾ അങ്ങനെ മതപരമായ ഒരു പ്രസ്താവന ഒരു കാലത്തും ഫത്വ കൊടുത്തിട്ടില്ല. പിന്നെയോ ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ ബ്രിട്ടീഷുകാരന്റെ ഉൽപ്പന്നം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഇവിടെ രംഗത്ത് വന്നപ്പോൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് എങ്കിൽ അവന്റെ സംസ്കാരങ്ങളെ കൂടി തിരസ്കരിക്കാൻ അവന്റെ ഭാഷയെയും നമ്മൾ കൈയൊടിക്കണമെന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ചില മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതിനെ ഒരു പണ്ഡിത സഭയുടെ പെരടിയിൽ കെട്ടിവെക്കുന്നത് ചരിത്രത്തെ പച്ചയായി വ്യഭിചരിക്കലാണ്. ഇനിയോ മലയാള ഭാഷ, എവിടെയാ വഹാബികളെ ഞങ്ങൾ മലയാള ഭാഷ ബഹിഷ്കരിച്ചത്? ബഹിഷ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചു നോക്ക്. 1945 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം, ആ സമ്മേളനത്തിന്റെ കാര്യവട്ടം സമ്മേളനം, ആ സമ്മേളനത്തിന്റെ വരവ് ചെലവ് അവതരിപ്പിക്കുന്ന പോസ്റ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിലെന്താള്ളത്? ഇംഗ്ലീഷാ, അറബി മലയാള, പച്ച മലയാളല്ലേ അത്? ഇനി നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദിന്റെ ഒരു വയലു പരിപാടി, ആ വയലു പരിപാടിയിലേക്ക് 1933 ഷൊർണൂർ ഭാഗത്ത് നമ്മുടെ പാങ്ങിലോർ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, പാങ്ങിലോരുടെ ഒരു പ്രഭാഷണത്തിലേക്ക് അടിച്ച ക്ഷണക്കത്തിന്റെ കോപ്പിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊന്നും ചോറയിക്കണ മനുഷ്യന്മാർക്ക് ഇങ്ങനെ തെളിവ് കൊടുത്ത് പറയേണ്ട ആവശ്യമല്ല. പക്ഷെ ഒരു തെളിവുമില്ലാതെ മൗലവിമാര് തട്ടിവിടുന്ന എല്ലാ വിവരക്കേടും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഒരു കൗമിന്റെ മുമ്പിൽ ഇതെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ആ വിവരക്കേടിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി ചില സാമ്പിളുകൾ പറഞ്ഞതാണ്. ഇനി മൗലവി പറയാണ് ശുദ്ധ മലയാളത്തില് സംസാരിക്കണ ആളാക്കരുതെന്നും അതിന്റെ ബാക്കി തന്നെ മൗലവി നമ്മൾ ദ്വാരക്കലുണ്ട് എന്നാ ശുദ്ധ മലയാളം പറയണ പോലെ ആക്കരുത് പഠിച്ചോനെ ഞങ്ങളെ എന്ന് മാത്രമല്ല, ശുദ്ധ മലയാളം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രാർത്ഥിച്ചിരുന്നു അത്രേ. ഇതാർക്ക് ആരെ പറ്റിയാ പറയാൻ പറ്റാത്തത്? ആ മൗലവിന്റെ അല്ലെങ്കിൽ ആ കുഞ്ഞാന്റെ ബാപ്പ മറ്റേ മേമോട്ടിയാണ് അത്രേ. ഇങ്ങനെ ആർക്കും പറഞ്ഞൂടെ? പക്ഷെ ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ പാടുണ്ടോ? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, പെരുന്നുണയന്മാർ, പെരും കബളിപ്പിക്കലുകാർ ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി തെളിവ് വെച്ചാ ഞങ്ങളെ നവോത്ഥാനം ഉടച്ച് കയ്യിൽ തരുന്നത്. വഹാബികൾ പറ, നിങ്ങൾ ഈ ഉന്നയിച്ച ആരോപണങ്ങളുടെ മറുപടി.